ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പഠനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആമുഖമായി ആരാണ് ക്രിസ്ത്യാനി എന്ന് കാണുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കിന്ന് നാം നോക്കാനായിട്ട് പോകുന്നത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അപ്പൊ ക്രിസ്ത്യാനി ആരാണെന്ന ചോദ്യത്തിന് നമ്മൾ കണ്ട ഉത്തരം ക്രിസ്തുവിനെ പോലെ ഓരോ ദിവസവും ജീവിക്കുന്നയാളും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നയാളും ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന വ്യക്തിയുമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വന്നു ചേരുന്ന ഒരു പദവിയോ വന്നു ചേരുന്ന ഒരു അവസ്ഥയോ അല്ല, നാം നേടിയെടുക്കുന്ന, നാം ചൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമുക്കിന്ന് ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാന സവിശേഷത എന്താണ് എന്ന് നോക്കുവാനായിട്ട് ഒന്ന് ശ്രമിക്കാം. നമ്മുടെ സവിശേഷതയെ നിർണയിക്കുന്ന ഘടകം ശരിക്കും പറഞ്ഞ ഏതാണ്? എന്താണ് നമ്മുടെ സവിശേഷത നിർണയിക്കുന്നത്, അല്ലെങ്കിൽ സവിശേഷതയെ നിർണയിക്കുന്ന ഒരു ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഉദാഹരണത്തിന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുമ്പോൾ മൂന്നാമത്തെ ഒരാളെ പരിചയപ്പെടാതിരിക്കട്ടെ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇതെന്റെ സുഹൃത്താണ്, ബൈബിൾ കോളേജിൽ പഠിക്കുന്നു എന്ന് പറയുക ആമത്തെ ആളെ കുറിച്ച്. അല്ലെങ്കിൽ പറയുകയാണ്, ഇതെന്റെ ഒരു സുഹൃത്താണ്, നേഴ്സിങ്ങിന് പഠിക്കുന്ന ആളാണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇതെന്റെ സുഹൃത്താണ്, MBBS പഠിക്കുന്നു എന്ന് പറയുകയാണ്. അതുമല്ലെങ്കിൽ എന്റെ സുഹൃത്താണ്, ഇദ്ദേഹം എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു എന്ന് പറയുക. അപ്പം അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഇന്ന് വരെ പരിചയമില്ലാത്ത ആ വ്യക്തി എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ആ കാര്യമാണ് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ സവിശേഷത ഉള്ളവരാക്കി മാറ്റുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സവിശേഷത ഉള്ളവരാക്കി നമ്മെ മാറ്റുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളതാണ് അദ്ദേഹത്തെ സവിശേഷതയുള്ളയാളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹലോ, കേൾക്കുന്നുണ്ട് സർ. കേൾക്കാലോ അല്ലെ? ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാൾ ഇന്ന് നാളേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതാണ് ആ വ്യക്തിയെ ഒരു സവിശേഷതയുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സവിശേഷത ഇന്ന് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഒരാള് ഡോക്ടർ ആണെന്നോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെന്നോ, അല്ലെങ്കിൽ വിദ്യാർത്ഥി ആണെന്നോ, അല്ലെങ്കിൽ ഇന്ന ജോലിക്കാരെന്നോ പറയുമ്പോൾ അർത്ഥമാക്കുന്ന കാര്യം എന്താ? അദ്ദേഹത്തിന്റെ നാളേക്ക് വേണ്ടി ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത, അല്ലെ? ഇപ്പൊ ഒരാൾ പറയുകയാണ്, ഇന്ന സഹോദരനുണ്ട്, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവിശേഷതയും ഇല്ലാത്തൊരു വ്യക്തിയെ നമുക്ക് തോന്നുള്ളൂ. കാരണം ചുമ്മാ ഇരിക്കുന്നു, ഒന്നും ചെയ്യുന്ന ഇല്ല, നാളേക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ പിന്നെ ഒരു സവിശേഷതയും ഇല്ലാത്ത വെറുതെ സമയം കളയുന്ന ഒരാള് എന്ന ഒരാശയമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് ഒരു കൺക്ലൂഷൻ ആയിട്ട്, ഓരോ വ്യക്തികളും അവരുടെ നാളേക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന കാര്യമാണ് അവരുടെ സവിശേഷത നിർണയിക്കുന്ന ഘടകം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോ വ്യക്തികളും അവരുടെ നാളേക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന കാര്യമാണ് അവരുടെ സവിശേഷത നിർണയിക്കുന്ന ഘടകം. അപ്പൊ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, അതാണ് എന്റെ സവിശേഷത, അതാണ് എന്റെ സവിശേഷതയെ നിർണയിക്കുന്ന ഘടകം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ സവിശേഷത? എന്താണ് ക്രിസ്ത്യാനിയുടെ സവിശേഷത? ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്താ ചെയ്യുന്നത്? ക്രിസ്ത്യാനി നാളേക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യുന്നോ അതാണ് അവനെ സവിശേഷതയുള്ളവാക്കുന്ന കാര്യം. അല്ലെങ്കിൽ അവന്റെ സവിശേഷത എന്ന് പറയുന്നത് ക്രിസ്ത്യാനി നാളേക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ക്രിസ്ത്യാനിയുടെ നാളെ? ക്രിസ്ത്യാനിയുടെ അടുത്തൊരു കാര്യം എന്താണ്? അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ എന്താണ് ക്രിസ്ത്യാനിയുടെ നാളെ, അല്ലെങ്കിൽ എന്താണ് ക്രിസ്ത്യാനിയുടെ അടുത്ത കാര്യം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതാകണം നമ്മുടെ സവിശേഷത എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ക്രിസ്ത്യാനിയുടെ, അല്ലെങ്കിൽ എന്താണ് ഒരു വിശ്വാസിയുടെ നാളത്തെ കാര്യം, അല്ലെങ്കിൽ എന്താണ് ഒരു വിശ്വാസിയുടെ അടുത്ത കാര്യം എന്ന് ചോദിച്ചാൽ
നമ്മൾ ആദ്യം ഈ ക്രൂശിലെ കള്ളനോട് ചോദിക്കുക. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ വിശ്വാസിയായ ആദ്യ വ്യക്തി ആ കള്ളനാണ്. ഞാൻ പറയുന്നത് ക്രൂശ് മരണ പുനരുത്ഥാനമല്ല. ക്രൂശിക്കപ്പെട്ട സമയത്ത് തന്നെ യേശുവിനെ നോക്കിയിട്ട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് അദ്ദേഹം പറഞ്ഞു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്ന ആ ആളെ കണ്ടാൽ അദ്ദേഹം രാജാവാണ് എന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് യേശു കർത്താവായിരിക്കുന്നത്. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ടു. ശരിക്കും പീലാത്തോസ് യേശുവിനെ അടിപ്പിച്ച് വിട്ടയക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അദ്ദേഹത്തെ ഈ പടയാളികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്ത ശേഷം ഈ പടയാളികൾ ക്രൂരമായി യേശു കർത്താവിനെ മർദ്ദിക്കുന്നുണ്ട്. അപ്പൊ മർദ്ദിച്ച് ഇനിയെങ്കിലും ആളുകൾക്ക് സഹതാപം തോന്നും എന്ന് കരുതി പീലാത്തോസ് യേശുവിനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറയുന്ന വാചകമുണ്ട്, ബിഹോൾഡ് ദാറ്റ് മാൻ, ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ആ മനുഷ്യൻ തന്നെയാണിത്. പക്ഷെ അടികളേറ്റ് ഈ റോമ പടയാളികളുടെ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇവനെ കൊല്ലണോ, വിട്ടയച്ചുകൂടെ എന്നൊരു ചോദ്യമാണ് ശരിക്കും പീലാത്തോസ് ചോദിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സാരം എത്രയേ ഉള്ളൂ, ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടാൽ അവൻ രാജാവാണ് എന്ന് വിശ്വസിക്കുവാൻ യാതൊരു സാധ്യതകളുമില്ല. യേശുവിന്റെ തലയിൽ രാജകീയമായ കിരീടമല്ല ഉള്ളത്, മുൾക്കിരീടമാണ്. അവന്റെ പുറത്തു നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. അവന്റെ കൈകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഇത്രയും നാളും കൂടെ നടന്ന ശിഷ്യന്മാര് കുറച്ചുപേര് കുറെ ദൂരം മാറി നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. അപ്പം സേവകരാരുമില്ലാത്ത, സഹായകരാരുമില്ലാത്ത, രാജകീയ പ്രൗഢികളൊന്നുമില്ലാത്ത, രാജകീയ വസ്ത്രമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നീ രാജ്യത്വം പ്രാപിച്ചു വരും, നീ രാജാവാണ് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുവാനുമുള്ള ഒരു ദൈവഭാഗ്യം, ഒരു ദൈവകൃപ ആ ക്രൂശിലെ കള്ളന് ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് ന്യായമായ ശിക്ഷ അനുഭവിക്കുകയാണ്. ഞാൻ കൊള്ളേണ്ട ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ തന്നെയാണ് ഞാൻ അനുഭവിക്കുക. പക്ഷെ അങ്ങ് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് യേശു കർത്താവിനോട് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം. യേശു പറയുകയാണ്, യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്രൂസിലെ കള്ളന് പറയുവാനുള്ള അവന്റെ ജീവിതത്തിലെ അടുത്ത കാര്യം ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ്. ഒരുപക്ഷെ ആ ക്രൂശിന്റെ താഴെ നിന്ന്, എടാ കള്ള, നീ കഴിഞ്ഞ കുറെ വർഷങ്ങൾ മോഷ്ടിച്ച്, കുറെ വർഷങ്ങൾ ആളുകൾ ഉപദ്രവിച്ച് ഇങ്ങനെ ജീവിച്ചിട്ട് ഇപ്പൊ എന്തായടാ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ഒരാൾ ചോദിച്ചാൽ താഴേക്ക് നോക്കിയിട്ട് ആ വ്യക്തി പറയുവാൻ സാധ്യതയുള്ള ഒരു ഉത്തരം, എന്റെ പൊന്നു സ്നേഹിത, എന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ അടുത്ത് കിടക്കുന്ന ആളെ ഞാൻ വിശ്വസിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസിലിരിക്കും. അതുകൊണ്ട് ഇവിടം കഴിഞ്ഞാൽ, ഈ ഒരു വേദന കഴിഞ്ഞാൽ, ഈ ഒരു ദുഃഖം കഴിഞ്ഞാൽ, ഈ മരണം എന്നെ പൂർണ്ണമായി കീഴടക്കി കഴിയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഇന്ന് രാത്രിയിൽ തന്നെ പറുദീസയിൽ വസിക്കുമെന്നൊരു തീരുമാനം, എന്നൊരു ഉറപ്പ് ഈ ക്രൂശിലെ കള്ളനുണ്ടായിരുന്നു. അപ്പൊ ക്രൂശിലെ കള്ളനോട് ചോദിക്കുക, എന്താണ് നിന്റെ അടുത്ത കാര്യം, എന്താണ് നിന്റെ നാളെ? അദ്ദേഹം പറയും, ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ് എന്റെ നാളെ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ് എന്റെ അടുത്ത കാര്യം. ഇനി ഞാൻ പറയട്ടെ, രണ്ടാമത് ആദിമ സഭയോടും ചോദിക്കുക, എന്താണ് നിങ്ങളുടെ അടുത്ത കാര്യം? ആദിമസം എന്ന് ഉദ്ദേശിക്കുന്നത് യെരൂശലേമിൽ സ്ഥാപിതമായ ആദിമ സഭ. അവിടെ നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം, 34, 35 എന്നീ വാക്യങ്ങൾ വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം വാക്യങ്ങൾ 32, 34, 35. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല.
മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ച് കൊടുക്കും. അപ്പൊ യെരൂശലേം സഭയിലെ വിശ്വാസികളുടെ സവിശേഷത പറയുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുന്ന കാര്യം, അവർക്കുള്ളതെല്ലാം പൊതുവകയായിട്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്കുള്ളതാണ് എന്ന് അവരെണ്ണി. എന്നിട്ട് പറയുകയാണ്, അവര് നിലങ്ങളെ വിറ്റു, അവര് വീടുകളെ വിറ്റു. എന്നിട്ട് ആ പണമെല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നിട്ട് ഓരോ വിശ്വാസികൾ അവരവരുടെ ഉപജീവനത്തിന് എന്താണോ ആവശ്യം അതിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ അപ്പോസ്തലന്മാര് അത് അവർക്ക് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരാള് ഒരു ദിവസം എല്ലാ സ്ഥലവും വിൽക്കുക, വയല് വിൽക്കുന്നു, വീടിരുന്ന സ്ഥലം വിൽക്കുന്നു, കൃഷിയിടങ്ങൾ വിൽക്കുന്നു, എല്ലാം വിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തോ വച്ചാ ഈ സ്ഥലം എല്ലാം കൂടെ വിൽക്കുന്നേ? എന്തിനാ ഈ സ്ഥലം ഇത്ര പെട്ടെന്ന് എവിടെ പോവാ നിങ്ങൾ ഈ സ്ഥലമെല്ലാം യെരൂശലേമിലെ ഈ ദേവാലയത്തിനടുത്തുള്ള, ആരാധനാലയത്തിനടുത്തുള്ള, എങ്കിൽ പള്ളിയുടെ അടുത്തുള്ള ഇത്രയും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാ, എന്തിനൊക്കെ വിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഉത്തരം എന്തായിരിക്കും? അവര് പറയുന്ന ഉത്തരം, ഞങ്ങളുടെ കർത്താവ് വരാൻ പോവുകയാണ്, പിന്നെ ഇതൊന്നും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഇതൊന്നും ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കർത്താവ് വരാൻ പോവുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാ, ഞങ്ങൾക്കൊരു പുതിയ പൗരത്വം കിട്ടി. അതേത് പൗരത്വമാണ്? സ്വർഗീയമായ പൗരത്വം കിട്ടി, അല്ലെ? അപ്പൊ ഞങ്ങൾക്ക് പുതിയൊരു പൗരത്വം കിട്ടിയത് കൊണ്ട് ആ പൗരത്വം കിട്ടിയ നാട്ടിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന് ഞങ്ങളെ ചേർക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കർത്താവ് വരുന്നത് കൊണ്ട് ഇവിടെയുള്ള ഈ സ്ഥലവും കെട്ടിപ്പിടിച്ച്, ഇവിടെയുള്ള ഈ വീടും കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് പോവുക, അതുകൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം വിൽക്കുകയാ, ഇവിടെ ഉള്ളതെല്ലാം ഞങ്ങൾ കൊടുക്കുകയാണ്. ഞാനിത് പറയാൻ നമ്മളെല്ലാം നാളെ പോയി സ്ഥലം വിൽക്കണമെന്നല്ല ഞാൻ പറയുന്നതിന്റെ സാരം, പറയുന്നതിന്റെ ഉദ്ദേശം, ഞാൻ ഈ വാക്യങ്ങൾ എടുത്ത് ഉദ്ബോധിപ്പിക്കുന്ന കാര്യം, നമ്മൾ ഇങ്ങനെ ക്രിസ്തു വരും എന്ന് പറയുകയും ഇവിടെ ധനത്തോട് ധനം കൂട്ടുവാൻ, നമ്മള് സ്ഥലത്തോട് സ്ഥലം കൂട്ടുവാൻ, വീടിനോട് വീട് കൂട്ടുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കർത്താവ് ഉടനെ ഒന്നും വരത്തില്ല എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് ആ ഒരു വിശ്വാസം പോലും പലപ്പോഴും നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നത് കാണുമ്പോൾ, ഈ ഞായറാഴ്ച ആരാധന പോലും മുടക്കിയിട്ട് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായ യോഗങ്ങൾ ചില ഭൗതികമായ നന്മകൾക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നത് കാണുമ്പോൾ, ചില ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ക്രിസ്തീയ മൂല്യങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്നത് കാണുമ്പോൾ, ചില അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ നാം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഈ കർത്താവിന് വേണ്ടി ശരിക്കും കാത്തിരിക്കുകയാണോ? ശരിക്കും കർത്താവ് ഇന്ന് വരും എന്നൊരു ധാരണ നമുക്കുണ്ടോ? അത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരേക്കറും കൂടെ മേടിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വീടും കൂടെ വെക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ വീട് മോടി പിടിപ്പിക്കണം. നിങ്ങൾ നോക്കിയേ, ഈ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിന് നമുക്കുള്ളതുപോലെ വെളിപ്പാട് ഒന്നുമില്ലായിരുന്നു. മനസാക്ഷിയുടെ ആ കാലഘട്ടം, മനസാക്ഷിയിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഈ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം. അപ്പൊ ഈ മനസാക്ഷിയിലൂടെ ദൈവം കൊടുക്കുന്ന വെളിപ്പാടുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ എബ്രായ ലേഖനകർത്താവാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തിന് വേണ്ടി അവർ കാത്തിരുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് പടുത്തുയർത്തുവാൻ അവർ തയ്യാറാകാതെ കൂടാരങ്ങളിൽ പാർത്തു. 250 പരം ആളുകൾ കൂടെ ഒരു യാത്രക്കാരനായിട്ടിരിക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് സെറ്റിൽ എന്ന് ചിന്തിക്കാതെ ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശില്പിയായി നിർമ്മിച്ച ഒരു രാജ്യമുണ്ട്, ഒരു പട്ടണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ കൂടാരങ്ങളിൽ പാർക്കുവാൻ ഈ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി തയ്യാറായി. പക്ഷെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ലോത്ത്, വലഞ്ഞുപോയ നീതിമാൻ. അദ്ദേഹം ഇങ്ങനെ നല്ല നീരോട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് അതിന്റെ പുറകെ പോയി, പിന്നെ അതിന്റെ പുറകെ പോയി
നീക്കി നീക്കി അടിച്ചു. അവിടെ എത്തിയപ്പോൾ സെറ്റിലായേക്കാമെന്ന് കരുതി അവിടെ ഒരു വീട് വെച്ച് പാർത്തു. ഉച്ച കഴിഞ്ഞ സമയത്ത് 3 വഴിയാത്രക്കാർ അബ്രഹാമിന്റെ കൂടാരത്തിന് മുൻപിലുള്ള വഴിയിലൂടെ നടന്നു പോവുകയാണ്. അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അവന്റെ കാലുകളെ കഴുകിയിട്ട് പറഞ്ഞു, വരിക, കൂടാരത്തിനകത്ത് നിങ്ങൾ ഇരുത്താൻ സ്ഥലമില്ല, അതുകൊണ്ട് മരച്ചുവട്ടിൽ ഇരുത്താം, ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി നൽകാം, അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം. അവര് പറഞ്ഞു, ആയിക്കോട്ടെ, റെഡി, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് ആ മരത്തണലിലേക്ക് ചെന്ന് ഇരുന്നു. അവരിൽ 2 വ്യക്തികൾ സോദോം ഗോമോറയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് സന്ധ്യയായ സമയം, രാത്രിയാകാറായ സമയം, ലോത്ത് പട്ടണവാതുക്കൾ ഇരിക്കുകയാ. വലിയ ആളുകളിച്ചൊക്കെ ഇരിക്കുക, സെറ്റിലായാലോ, ഇനിയിപ്പോ ഒന്ന് എന്താ പറയാ, വിശ്രമിക്കാം, അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഇരിക്കാം, അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുകയാ. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോ ഈ 2 പേര് പറയുകയാണ്, വേണ്ട, ഞങ്ങൾ ഈ തെരുവിൽ പാർത്തോളാം, വേണ്ട, ഞങ്ങൾ ഈ തെരുവിൽ പാർത്തോളാം. അബ്രഹാമിന്റെ കൂടാരത്തിന് മുൻപിലുള്ള ആ മരത്തണലിലേക്ക് പോകുവാൻ തയ്യാറായ ദൈവത്തിന്റെ ദൂതന്മാർ നല്ല കെട്ടിട സുഖമായി കിടന്ന നമ്മൾ ചിന്തിക്കുന്ന ആ ഭവനത്തിലേക്ക്, ആ തണലിലേക്ക് പോകുവാനായിട്ട് തയ്യാറായില്ല. എന്താ കാരണം? ഈ ദൈവമില്ലാത്ത ഒരു ഭവനം, ദൈവമില്ലാത്ത ഒരു നന്മകൾ, ദൈവം നൽകാത്ത നമ്മൾ ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന, നമ്മൾ നമ്മുടെ പ്രത്യാശ പോലും മറന്നിട്ട് ഇങ്ങനെ ഓടുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ആദിമസഭയിൽ വിശ്വാസികൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഈ നിലം വേണ്ട, ഞങ്ങൾക്ക് ഈ പുരയിടങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ഈ സമ്പത്ത് വേണ്ട, ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി, ഞങ്ങളെ ചേർക്കുവാൻ ഞങ്ങളുടെ കർത്താവ് വരും എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ അവരുടെ അടുത്ത കാര്യം. ഞാൻ ചോദിക്കാം, എന്താണ് നമ്മുടെ അടുത്ത കാര്യം? നമുക്ക് ഈ കാര്യം ഉണ്ടാകുന്ന എവിടെയെങ്കിലും സെറ്റിലാകണം ബ്രദറെ, അത് ഓർത്തിരിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിനകത്ത്, 4-ാം അധ്യായം 5-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പരാമർശമുണ്ട്. വലിയ പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ പോകും എന്ന് യഹോവ അരുളിച്ചു. വലിയ വീടുകളൊക്കെയാണ്, പക്ഷെ ആൾപ്പാർപ്പില്ലാതെ. നിലം കൃത്യമായി ഫലം, മുന്തിരിവള്ളി കൃത്യമായ ഫലം തരാതെ വരും, ഒലിവൃക്ഷങ്ങൾ കൃത്യമായി ഫലം തരാതെ വരും എന്ന് ഒരു പരാമർശിക്കുന്ന, എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനം തന്നെ യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിനകത്തുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വീട് വേണ്ട എന്നല്ല, സ്ഥലം വേണ്ട എന്നല്ല, പക്ഷെ നമ്മൾ ഈ നമ്മുടെ ആത്മീയത പോലും മറന്നിട്ട് അതിന്റെ പിന്നാലെ ഒന്നോടി ഒന്ന് സെറ്റിലാകാൻ വേണ്ടി ശ്രമിക്കുമ്പോ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും പാടും, ചൂള പോൽ കത്തുന്ന നാൾ വരുന്നതാ, ഈ ലോകം കത്തി നശിക്കുമെന്ന്. എന്നിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്തൊക്കെയോ നേടാൻ വേണ്ടി ഇങ്ങനെ വ്യഗ്രത കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എത്രയോ വീടുകൾ കർത്താവ് പറഞ്ഞതുപോലെ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. എത്രയോ വീടുകൾ പല്ലിയും പാറ്റയും മാത്രം വസിക്കുന്ന സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്. പോയി പല സ്ഥലങ്ങളിലും പോയി പണമുണ്ടാക്കി നാട്ടിലൊരു വീട് വെച്ച് വല്ലപ്പോഴും വരുമ്പോൾ 10 ദിവസം താമസിക്കാമെന്ന് കരുതി വരും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതുപോലെ പൊടിയും ചെളിയും ഉള്ള പാറ്റയും എലിയും അതെല്ലാം ആയതുകൊണ്ട് വേറെ ഹോട്ടലിൽ പോയി റൂം എടുത്ത് താമസിക്കുന്ന ഗതികെട്ട എത്രയോ പേര് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത്. നമ്മൾ ഇതിന്റെയൊക്കെ പുറകെ ഓടുമ്പോൾ ഓർക്കണം, എന്താ ശരിക്കും നമ്മൾ ഈ ലോകത്തോട് പറയുന്ന സന്ദേശം. നമ്മൾ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പരക്കം പായുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് പറയുന്ന സന്ദേശം, ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ അവരുടെ നിലങ്ങളെ വിറ്റ്, അവരുടെ സ്ഥലങ്ങളെ വിറ്റ്, അവർക്കുള്ളതെല്ലാം പുതുവക എന്ന് എണ്ണിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പൗരത്വം കിട്ടി, അവിടേക്ക് ഞങ്ങൾ പോവുകയാ, ഇവിടെ ഞങ്ങൾക്കൊന്നും വേണ്ട. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളതൊക്കെ വിറ്റാ നമ്മൾ പോകുന്നത് അങ്ങോട്ട്, പിന്നെ അല്ലെ ചോദിച്ചാൽ പറയും, എന്ത് വെച്ചാൽ എല്ലാം വിൽക്കുന്നേ? അതെ, ഞങ്ങൾ പോവാ. എങ്ങോട്ട് പോവാ? അമേരിക്ക പോവാ. എന്താ ഇവിടെ ഇനി ഒന്നും വേണ്ട, എന്താ? ഞങ്ങൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി, അവിടെ പൗരത്വം കിട്ടി, ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വേണ്ട, അതുകൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം ഉച്ചോളം വിറ്റിട്ട് പോവാ, ഞങ്ങൾ രാറ്റാ ബൈ എന്ന് പറയുക. നമ്മളെല്ലാം പാടും, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാ, ഞങ്ങൾക്ക് അവിടെ ഇതുണ്ട്. പക്ഷെ എന്നിട്ടോ അന്ന് തൊട്ട് നമ്മൾ ഈ ലോകത്തിലുള്ള നന്മകൾ നേടാൻ വേണ്ടി ഇങ്ങനെ പരക്കം പായിക്കുക. ദൈവമക്കളെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ക്രൂശിലെ കള്ളൻ പറഞ്ഞു, എന്റെ അടുത്ത കാര്യം
എന്റെ അടുത്ത കാര്യം ക്രിസ്തുവിന്റെ കൂടെയുള്ള വാസം. ആദിമസഭ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത കാര്യം, ഞങ്ങളുടെ നാളെ എന്ന് പറയുന്നത് ക്രിസ്തു വരുന്നതാണ്. ജീവിതം കൊണ്ട് അവർ ഈ സാക്ഷ്യപ്പെടുത്തി, ജീവിതം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് അവർ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തി. ഇനി നമുക്ക് തെസ്സലോനിക്ക സഭയോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ അടുത്ത കാര്യം? ഈ തെസ്സലോനിക്ക സഭ എന്ന് പറയുമ്പോൾ കുറെ വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട്, 10-20 ആദിമസഭ സ്ഥാപിതമായി 10-20 വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് സ്ഥാപിതമായ ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. ഈ സാധാരണ പറയാറുണ്ട്, ഒരു ജനറേഷൻ എന്ന് പറയുന്നത് 25 വർഷത്തോളമാണ്, അത്രയും കൂടി ഒരു ജനറേഷൻ, അതിനുശേഷം അടുത്ത ജനറേഷൻ വരികയാണ് എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ആദ്യത്തെ ആ തലമുറ അവസാനിക്കാറായപ്പോൾ വന്ന പുതിയ സഭയായി നമുക്ക് തെസ്സലോനിക്ക സഭയെ പരിഗണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തെസ്സലോനിക്ക സഭ പറയുന്ന കാര്യം എന്താണെന്ന് തെസ്സലോനിക്ക എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയും. അതായത് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് അവർ കാത്തിരിക്കും. ഈ തെസ്സലോനിക്ക ലേഖനത്തിനകത്താണ് നിങ്ങൾ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച്, നിങ്ങൾ ഇങ്ങനെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് പറയുന്ന കാര്യമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. ഇത് യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾക്ക് രേഖപ്പെടുത്തി കൊടുത്ത വാചകമല്ല. പക്ഷെ ഇവരെല്ലാവരും യേശുവിനെ കാത്തിരിക്കുന്നവരുന്നു. പക്ഷെ അവരിൽ നിന്ന് ഒരാൾ മരിച്ചപ്പോൾ, വിശ്വാസികൾ മരിച്ചപ്പോൾ വലിയ അഗാധമായൊരു ദുഃഖം അവർക്കുണ്ടായി. ഇനി എന്ത്, ഇവർ തിരിച്ചു വരുമോ, മണ്ണിലേക്ക് ഉടുത്തല്ലോ, ഇവർ എഴുന്നേൽക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭാരം അവർക്കുണ്ടായപ്പോൾ ആ ഭാരം, ആ വേദനയെ ദൈവവചനപ്രകാരം ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ വാചകങ്ങളെല്ലാം എഴുതിയത്. ആ മണ്ണിൽ നിന്ന് ഒരു ഉയർപ്പുണ്ടാകും എന്ന വളരെ ആധികാരികമായ ആ സന്ദേശം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് നൽകുകയാണ്. പ്രിയ ദൈവമക്കളെ, തെസ്സലോനിക്ക സഭയുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള വരവ് ആയിരുന്നു. കർത്താവ് വരും എന്നാണ് അവർ ഓരോ സെക്കൻഡിലും കാത്തിരുന്നത്. ചില ആളുകളിലൊക്കെ അങ്ങനെ കാത്തിരുന്നത് കൊണ്ട് ജോലിക്ക് പോലും പോകാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, ജോലി ചെയ്യാത്തവൻ തിന്നുകയും അരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് പോകണം, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ചുമ്മാ വെറുതെ വീട്ടിലിരുന്ന് തിന്നരുത് എന്ന് കൂടെ അവരെ ആ കാര്യം പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ സാരം അല്ലെങ്കിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രിയ ദൈവമക്കളെ, ക്രൂശിലെ കള്ളൻ പറഞ്ഞു എന്റെ അടുത്തത് പർദീസയിലുള്ള വാസമാണ്. ആദിമസഭ യെരൂശലേം സഭ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത കാര്യം ഞങ്ങളുടെ കർത്താവ് വരുന്നതാണ്. തെസ്സലോനിക്ക സഭ പറയുകയാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കും. ഞങ്ങൾ നോക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകുമോ എന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടാകുമോ എന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാകുമോ എന്നല്ല. ഞങ്ങൾ നോക്കി പാർക്കുന്ന കാര്യം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് വരും, അതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പലപ്പോഴും ഇന്നത്തെ ക്രൈസ്തവ ലോകം എന്ന് പറയുന്നത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഓടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആഗോളപരമായിട്ടാണ്. ആഗോളപരമായി ഇന്ന് ക്രൈസ്തവ ഗോളത്തിനകത്തുള്ള പല ഉപദേശകന്മാരും പല പ്രാസംഗികരും താൽക്കാലികമായ ലാഭങ്ങൾ നൽകാം എന്ന് മാത്രം പറയുന്നവർ. പെന്തക്കോസ്തിലൊക്കെ ആണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് കൃത്യമായ വചന പഠനം പോലുമില്ല. അവരെല്ലാം പറയുന്നത് വിടുതലുണ്ട് എന്ന്. ഞങ്ങൾ ഇങ്ങനെ ചില വീടുകൾ കയറാൻ പോകുമ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞേക്കുന്നത് ഒക്ടോബറിൽ വിടുതലുണ്ടെന്ന്, അതുകൊണ്ട് വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചിലർ പറയും നിങ്ങൾ അടുത്ത വർഷം ഗൾഫിൽ പോകും,
നിങ്ങളുടെ മക്കൾ അടുത്ത വർഷം വിദേശത്ത് പോകാനിടയാകും, അടുത്ത ആണ്ടിൽ കുഞ്ഞ് ജനിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം അടുത്ത ആണ്ടിൽ നടക്കും. ഇങ്ങനെ വിശ്വാസികളെ ഏതോ ഒരു മായാ ലോകത്ത്, ഈ ലോകത്തിന്റെ മായകളാണ്, ഈ ലോകത്തിന്റെ സുഖങ്ങളാണ്, ഈ ലോകത്തിന്റെ ധനങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോ പ്രിയ ദൈവമക്കളെ, ശരിക്കും പറഞ്ഞ എന്താണ് ബൈബിളിന്റെ പഠിപ്പിക്കൽ? എന്താണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്? എന്താണ് നമ്മുടെ ആദ്യ പിതാക്കന്മാർ വിശ്വസിച്ചത്? അവരൊക്കെ വിശ്വസിച്ച് അവരുടെ ആയുസ്സിൽ കർത്താവ് വരുമെന്നായിരുന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവ് വരുമെന്നല്ല, അവരുടെ ആയുസ്സിൽ കർത്താവ് വരും. മരണമെന്ന ആ 3 അക്ഷരത്തിന് തണുത്ത സ്പർശങ്ങൾ ഏൽക്കേണ്ടി വരത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഓരോ സെക്കൻഡുകളും ജീവിച്ചവരാണ് ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ. നമ്മുടെ പിതാക്കന്മാരെല്ലാം എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ തീരാ ആ ദുഃഖങ്ങളൊക്കെ ഒന്ന് തീർന്നാ മതി, ഈ ലോകം തരുന്ന നന്മകളോ സുഖങ്ങളോ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ, എനിക്ക് അവന്റെ സന്നിധിയിലേക്ക് ചേർന്നാൽ മതി. അതല്ലാതെ വേറെ ഒരു കാര്യവും വിശ്വാസികൾക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് വിടുതലിന് വേണ്ടി നടക്കുകയാണ്, മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഓടുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. അവിടെ വിടുതൽ, ഇവിടെ വിടുതൽ, ആ രോഗം മാറും, ഈ രോഗം മാറും, ആ പ്രശ്നം മാറും, ഈ പ്രശ്നം മാറും, എല്ലാം മാറിയിട്ട് ഇവിടെ സുഖകരമായി എന്തോ ഒന്നുണ്ടാകും എന്ന ചിന്തയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ ഇനി എത്ര മോശമായാലും ഇതിനൊരു പരിസമാപ്തിയുണ്ട്, ഇതിനൊരു അവസാനമുണ്ട്. ഞങ്ങളുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ചേർക്കുവാനായിട്ട് വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപിരിഞ്ഞ യേശു, സ്വർഗാരോഹണം ചെയ്ത യേശു, അവൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കർത്താവ് ഈ വാചകം പറഞ്ഞിട്ട് കാൽവരി ക്രൂശിലേക്ക് പോവുകയും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി നമുക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തു. സ്വർഗത്തിൽ യേശുവിന്റെ പരിപാടി നമുക്ക് വേണ്ടി വീടുണ്ടാക്കുകയല്ല, അവിടെ ഓൾറെഡി വാസസ്ഥലങ്ങളുണ്ട്. അവിടേക്കുള്ള ആ വാസസ്ഥലത്തിലേക്കുള്ള യാത്ര ഒരുക്കിയത് കാൽവരി ക്രൂശിലാണ്. ആ ജോലി സമ്പൂർണമായി പൂർത്തിയായിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ യേശു എന്തിനു വേണ്ടി വന്നുവോ, യേശു എന്തൊരുക്കുവാൻ വേണ്ടി വന്നുവോ, ആ കാര്യം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മെ അവിടേക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ട് വാനമേഘങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരും. നമ്മൾ പാടാറുണ്ട്, കാഹളം മുഴങ്ങിടുന്ന, കാന്തനാഗമിച്ചിടുന്ന നാളുകൾ ഏറ്റവും ആസന്നമായി. അല്ലേ? കാഹളം മുഴങ്ങുന്ന നാള് ഏറ്റവും ആസന്നമാണ്. ആ ഇമ്പസ്വരം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് തെസ്സലോനിക്ക സഭ കാത്തിരുന്നത്. കാഹളത്തിന്റെ നാദം ഒന്ന് കേൾക്കാൻ, കർത്താവിന്റെ ഗംഭീരനാദം ഒന്ന് കേൾക്കാൻ, പ്രധാന ദൂതന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, ദൈവത്തിന്റെ കാഹളം ഒന്ന് കേൾക്കാൻ കാത് കൂർപ്പിച്ച് പാർത്ത ഒരു ജനമായിരുന്നു, പാർത്ത ഒരു വിശ്വാസികളായിരുന്നു തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ എന്റെ ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഏത് സ്വരം കേൾക്കുവാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇന്നെടുത്ത ലോട്ടറി അടിക്കുമെന്ന് അടിച്ചു വരുന്ന നാളെ പത്രത്തിൽ വരുന്ന വാർത്ത കാണാൻ വേണ്ടിയിട്ടാണോ? എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ വരും, ഞാൻ അവന്റെ അടുക്കിലേക്ക് പറന്നുയരും എന്ന വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണോ നാം കാത്തിരിക്കുന്നത്? നമ്മുടെ കാത്തിരിപ്പ് തെസ്സലോനിക്ക സഭ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ ആയുസ്സിൽ കർത്താവ് വരും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അടുത്തതായി പൗലോസിനോട് ഒന്ന് ചോദിക്കാം. പൗലോസ് എന്താണ് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത്? പൗലോസ് പറയുന്ന വാചകം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമം അല്ലോ. ഇവ രണ്ടിനാലും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം, അല്ല
മരിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടണം. ഈ രണ്ട് കാര്യങ്ങളിലും എനിക്കൊരു ഞരക്കമുണ്ട്. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടെ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് പോയാൽ മതി. അതാണ് ഏറ്റവും അത്യുത്തമമായ കാര്യം. അതിനകത്ത് നിങ്ങളോട് ഇരിക്കണ്ടെന്നല്ല, ദൈവത്തിന്റെ ഹിതമാണ്, ഞാൻ നിങ്ങളോട് ഇരിക്കാനായിട്ട് തയ്യാറാണ്. പക്ഷേ ഏറ്റവും അത്യുത്തമം ക്രിസ്തുവിന്റെ കൂടെയുള്ള ജീവിതമാണ്. എൻ്റെ അടുത്ത കാര്യം ക്രിസ്തുവിന്റെ കൂടെയുള്ള ജീവിതമാണ്. നമ്മുടെ ആയുസ്സിൽ കർത്താവ് വരും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. പക്ഷെ നമുക്ക് വ്യക്തിപരമായി ഇല്ല, നമ്മുടെ ആയുസ്സിൽ കർത്താവ് വരത്തില്ല, അടുത്ത് എൻ്റെ മരണമാണ് എന്നൊക്കെ ഒരു തോന്നൽ, ഒരു 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 ആത്മപ്രേരണ ഒരു പക്ഷെ ദൈവം നൽകുകയാണ് എങ്കിൽ, ഞാനത് ഉറപ്പൊന്നും പറയുന്നില്ല, ഒരു പക്ഷെ ചിലപ്പോൾ തോന്നിയ, കാരണം ഹിസ്കിയ രാജാവിനോടൊക്കെ പറഞ്ഞതുപോലെ നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞതുപോലെ, ഒരു പക്ഷെ ജോൺസാ നിന്റെ സമയം കഴിയാറായി, ഞാൻ ഇപ്പൊ ഉടനെ വരുന്നില്ല, നീ എൻ്റെ അടുക്കലേക്ക് പോരെ എന്നാണ് കർത്താവ് പറയുന്നത്. പറയാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കും നമ്മുടെ ആയുസ്സിൽ കർത്താവ് വരുമെന്ന് തന്നെ ആകട്ടെ. ഇൻ കേസ് അടുത്തതും സംഭവിക്കാം, കുഴപ്പമില്ല, സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ മരണത്തെ നമ്മൾ കാത്തിരിക്കരുത്. അടുത്തത് എൻ്റെ മരണമാണ് എന്ന കാത്തിരിപ്പല്ല ഏറ്റവും നല്ലത്, അടുത്തത് കർത്താവിന്റെ വരവാണ് എന്ന കാത്തിരിപ്പാണ് ഏറ്റവും മനോഹരമായ കാര്യം. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ പ്രായം കൂടുന്തോറും ഇനിയിപ്പം അടുത്തത് മരണമാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കല് ഒരു പിതാവ് ഇങ്ങനെ പറഞ്ഞു ഈ ചെറിയ സ്കൂളിൽ നിന്നൊക്കെ വലിയ സ്കൂളിലേക്ക് പോകുമ്പോൾ TC വാങ്ങിച്ചിട്ടാണ് വലിയ സ്കൂളുകളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ ഹെഡ് മാസ്റ്റർ ചുമന്ന മഷി പേന എടുത്ത് നമ്മുടെ പേര് എഴുതിയിരുന്ന അതങ്ങ് ഫുള്ളായിട്ട് വെട്ടും. അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല, പിന്നെ അടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള പഠനം എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ എൻ്റെ കർത്താവിന്റെ കയ്യിൽ ചുമന്ന മഷി പേന കിട്ടിയാൽ മതി, അന്നേരം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നൊരു പിതാവ് ഒരിക്കൽ പറഞ്ഞു. അത് മരണത്തെയാണ് അടുത്ത് ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരൻ. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു വ്യക്തമായ ചിത്രം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്കൊരു ബലഹീനത വരുമ്പോഴോ, നമുക്കൊരു പ്രയാസം വരുമ്പോഴോ, നമുക്കൊരു രോഗം വരുമ്പോഴോ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ നമ്മൾ കരുതരുത് അടുത്തത് എൻ്റെ മരണമാണ് എന്ന്. അടുത്തത് എപ്പോഴും കർത്താവിന്റെ വരവാണ് എന്ന് തന്നെ നമ്മൾ ഓർക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെയാണ്. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെ. അപ്പൊ ഈ ലോകം വിട്ടാൽ കർത്താവിന്റെ അടുക്കലേക്ക്, ചില മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഇവിടെ കറങ്ങി നടക്കുന്നില്ല, ഇവിടെ കുറെ ദിവസം താമസിക്കുന്നില്ല, ഇവിടെ കർമ്മങ്ങൾക്കും കൂദാശകൾക്കും നേർച്ചകളും കാഴ്ചകൾക്കും വേണ്ടി ഇരിക്കുന്നില്ല, ഇവിടെ ചില അഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്നില്ല. ഇവിടെ ആബ്സെന്റ് ആകുന്ന അതേ സെക്കൻഡിൽ അവിടെ പ്രസന്റ് ആവുകയാണ്. രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ ആണ് തുറന്നങ്ങോട്ട് ജീവിക്കാനായിട്ട് പോകുന്ന കാര്യം. പ്രിയ ദൈവമക്കളെ, ഈ ഒരു ഉപദേശം എന്ന് പറയുന്നത് അത്ര ഈസിയായ ഉപദേശമൊന്നും ആയിരുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന പഴയ നിയമത്തിന്റെ ഉപദേശത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചിട്ട് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെയാണ് എന്ന ഉപദേശം കർത്താവ് സ്ഥാപിക്കുമ്പോൾ അത് വിശ്വസിക്കുക ഒരു യഹൂദനെ സംബന്ധിച്ച് അല്പം പ്രയാസമുള്ള കാര്യം കൂടെയാണ്. കാരണം അവർ അന്ന് വരെ കരുതിയിരുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മൗനതയാണ്. പിന്നെ ആ ദാനിയേലിനോട് പറഞ്ഞതുപോലെ നീ നിന്റെ ഓഹരി വാങ്ങിക്കാൻ കാലാവസാനത്തിൽ എഴുന്നേറ്റ് വരും, അന്നേരം മാത്രമേ ഉള്ളൂ, അതുവരെ പൂർണ്ണ മൗനമാണ് എന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വസിച്ചിരുന്ന ജനസമൂഹം ക്രിസ്തുവിലൂടെ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് പോയാൽ പോകുന്നത് ഒരു മൗനത്തിലേക്കല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഒരു നിശബ്ദതയിലേക്കല്ല, ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പ്രിയന്റെ അടുക്കലേക്കാണ്, ഞങ്ങളുടെ കർത്താവിന്റെ അടുക്കലേക്കാണ്, ഞങ്ങൾ അവനെ കാണും, ഞങ്ങൾ അവന്റെ കൂടെ വസിക്കും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പിന്നീട്, പക്ഷേ ആത്മാവ് പറന്നു പോകുന്നത് നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്കാണ്. എത്രയോ മഹത്വകരമായ പ്രത്യാശയാണ്, എത്രയോ മഹത്വകരമായ ആഗ്രഹം. പ്രിയ ദൈവമക്കളെ, നമുക്കിങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. നമ്മുടെ അടുത്ത കാര്യം, നാം ജീവനോടെ ഉണ്ട് എങ്കിൽ നമ്മുടെ അടുത്ത കാര്യം ക്രിസ്തുവിന്റെ വരവാണ്. അല്ല, നമുക്ക് മരണമാണ് എങ്കിൽ ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ് നമ്മുടെ അടുത്ത കാര്യം. നമ്മുടെ അടുത്ത കാര്യം
ക്രിസ്തു നാം ജീവനോടെ ഉണ്ട് എങ്കിൽ, അതായത് അടുത്ത സെക്കൻഡിൽ ജോൺസന്റെ അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ടത് ക്രിസ്തുവിന്റെ വരവ് എന്നാണ്. അല്ല ജോൺസൺ, നീ മരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. അടുത്ത സെക്കൻഡിൽ എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉത്തരം എൻ്റെ കർത്താവ് വരും എന്നുള്ളതാണ്. അല്ല, നീ ഇപ്പൊ അടുത്ത സെക്കൻഡിൽ മരിച്ചാൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ക്രിസ്തുവിനോട് കൂടെ ഞാൻ ജീവിക്കും എന്നുള്ളത് ആണ്. ഞാൻ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ വരവ്, ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമോ ആണ് ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത കാര്യമെങ്കിൽ ശരിക്കും നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. എങ്കിലും ഒന്നുകൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതെന്താണ്? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സവിശേഷത അവന്റെ നാളേക്ക് വേണ്ടി അവൻ ഇന്ന് ചെയ്യുന്ന കാര്യമാണ്. അവന്റെ നാളെ എന്താണ്? ക്രിസ്തുവിന്റെ കൂടെയുള്ള വാസം. അതിനുവേണ്ടി അവൻ ഇന്ന് ചെയ്യുന്ന കാര്യം എന്താണ്? ഇന്ന് ചെയ്യുന്ന കാര്യം യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്ത് ഇരിക്കുന്നു. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് ഞാൻ ചോദിക്കട്ടെ, ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതായ ഒരു പ്രസ്താവന നടത്തിയതായി ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രസ്താവന ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ പ്രസ്താവന ഇങ്ങനെയാണ്: തിങ്കളാഴ്ച ഉദയസൂര്യനെ കാണുന്നതിനേക്കാൾ എൻ്റെ കണ്ണുകൾക്ക് തിളക്കം ഉദയനക്ഷത്രമായ യേശുവിനെ കാണുന്നതാണ്. അന്ന് അവൻ വന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച തീർച്ചയായും അവൻ എന്നെ തന്നോട് ചേർത്തു. ചൊവ്വാഴ്ചയും അവിടുന്ന് വന്നില്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ഉണരുന്നത് അവന്റെ സന്നിധിയിൽ ആയിരിക്കും. ഇനി വ്യാഴാഴ്ചയാണ് അവൻ വരുന്നതെങ്കിൽ വ്യാകുലങ്ങളൊന്നും വെള്ളിയാഴ്ചത്തേക്ക് ഉണ്ടാകില്ല. ഇനി ശനിയാഴ്ചയും അവൻ എന്നെ തന്നോട് ചേർത്തില്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ അവന്റെ സന്നിധിയിൽ ചെന്ന് മേശ വെച്ച് അവന്റെ വരവിനെ പ്രസ്താവിക്കും. അവന്റെ വരവിനെ പ്രസ്താവിക്കും. ഒരു ഭക്തനായ മനുഷ്യന്റെ പ്രസ്താവനയായി ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമായിരുന്നു. എല്ലാ ദിവസവും തിങ്കളാഴ്ച കർത്താവ് വരും. തിങ്കളാഴ്ച വന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച ഉറപ്പായിട്ടും അവനെ തൻ്റെ അടുക്കലേക്ക് ചേർക്കും. കർത്താവ് വരും. ഇനി ചൊവ്വാഴ്ചയും വന്നില്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ചൊവ്വാഴ്ച രാത്രി ഉറങ്ങി ബുധനാഴ്ച ഉണരുന്നത് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. ഇനിയല്ല, ബുധനാഴ്ച വന്നില്ലെങ്കിൽ ബുധനാഴ്ച വന്നാൽ വ്യാഴാഴ്ചത്തേക്ക് വ്യാകുലങ്ങളൊന്നുമില്ല, വെള്ളിയാഴ്ചത്തേക്ക് വ്യാകുലങ്ങളൊന്നുമില്ല. ഇനി ശനിയാഴ്ചയും എൻ്റെ കർത്താവ് വന്നില്ലെങ്കിലോ ഞായറാഴ്ച ഞാൻ ദേവാലയത്തിലേക്ക് ചെന്ന് മേശ വെച്ച് അവന്റെ വരവിനെ പ്രസ്താവിക്കും. ശരിക്കും നമ്മൾ എല്ലാ ഞായറാഴ്ചയിലെയും കർത്തൃമേശയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യം കർത്താവ് ഇന്ന് വരെയും വന്നിട്ടില്ല, എന്നാൽ അനധിവിദൂര ഭാവിയിൽ നമ്മെ ചേർക്കുവാനായിട്ട് വരും എന്ന് പ്രസ്താവിക്കുകയാണ്. ശരിയാ, നമ്മൾ യേശു കർത്താവിന്റെ മരണത്തെ ഓർക്കുന്നുണ്ട്, ശരീര തകർച്ചയെ ഓർക്കുന്നുണ്ട്, രക്തച്ചൊരിച്ചിലിനെ ഓർക്കുന്നുണ്ട്. പക്ഷേ നാം ഓർക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വരെയും കർത്താവ് തന്റെ സഭയെ ചേർക്കുവാനായിട്ട് വന്നിട്ടില്ല, എന്നാൽ എത്രയും വേഗത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ സഭയെ ചേർക്കുവാനായിട്ട് വരികയും ഈ മേശ കൂടാതെ നമ്മൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോ കർത്തൃമേശയിലൂടെയും മൗനമായി ഈ ലോകത്തോട്, സഹവിശ്വാസികളോട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹം പറയുകയാണ്, ഞാൻ മേശ വെച്ച് അവന്റെ വരവിനെ പ്രസ്താവിക്കും. അവന്റെ വരവിനെ പ്രസ്താവിക്കും. എല്ലാ ദിവസവും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ബിഗ് ക്വസ്റ്റ്യൻ, ഒരു വലിയ ചോദ്യം ഇന്ന് കേൾക്കുന്ന താങ്കൾക്കും പറയുന്ന എനിക്കും ഈ സവിശേഷതയുണ്ടോ? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന സവിശേഷത നമുക്ക് ഉണ്ടോ?
നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കാം. നമ്മുടെ ഇന്നലകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? പ്രിയ സ്നേഹിതരെ, ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം കാണുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, കർത്താവ് വരും എന്ന ഒരു പ്രതീക്ഷയും നമുക്കില്ല എന്ന്. പരസ്പരമുള്ള വിശ്വാസികൾ തമ്മിലുള്ള ക്വാറലിംഗ് കാണുമ്പോൾ, തമ്മിലുള്ള ഈ വഴക്കുകൾ കാണുമ്പോൾ, തമ്മിൽ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്, കർത്താവ് വരും എന്ന ധാരണയൊന്നും ഈ വഴക്കുണ്ടാക്കുന്ന ആളുകൾക്കില്ല. അടുത്ത സെക്കൻഡിൽ കർത്താവ് വരികയാണെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നിന്റെ അടുത്ത സെക്കൻഡ് കർത്താവിന്റെ വരവാണ് എങ്കിൽ നീ കാത്തിരിക്കുന്നത് ഭാര്യയെ ചീത്ത പറഞ്ഞുകൊണ്ടാണോ? നമ്മൾ കാത്തിരിക്കേണ്ടത് മക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടാണോ? നമ്മൾ കാത്തിരിക്കേണ്ടത് അയൽവാസിയെ ചീത്ത പറഞ്ഞുകൊണ്ടാണോ? നമ്മൾ കാത്തിരിക്കാൻ നമ്മുടെ സഹവിശ്വാസിയെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടാണോ? നമ്മൾ നമ്മുടെ സുവിശേഷകന്മാരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടാണോ? വിശ്വാസികളെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണോ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത്? അപ്പൊ നമ്മുടെ പലപ്പോഴും ചില രീതികളും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കർത്താവിന്റെ വരവ് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയോ പിണക്കങ്ങളാണ്. ശരി, പിന്നെ ഇപ്പൊ മിണ്ടുന്നില്ല ബ്രദറെ, ഞാൻ പിന്നെ മിണ്ടിക്കോളാം എന്നൊക്കെയാ പറയുന്നത്. ചില പ്രശ്നം തീർക്കാൻ വേണ്ടി പോകുമ്പോ, ബ്രദറെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് ആ പ്രശ്നം തീർക്കാം. ഈ കുറച്ച് കഴിഞ്ഞ് എപ്പോഴാ ഉണ്ടാകുന്നേ? ആ ചിന്ത എവിടുന്നാ വന്നേ? അടുത്ത സെക്കൻഡിൽ കർത്താവ് വരികയാണെങ്കിൽ പിന്നെ എന്നാ ഈ കുറച്ച് കഴിഞ്ഞുള്ളേ? കുറച്ച് കഴിഞ്ഞ് പിണക്കം മാറ്റാം എന്ന് താങ്കൾ കരുതുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? താങ്കൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നില്ലെന്നല്ലേ? ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാതെ മല്ലി പിടിക്കുമ്പോ മനസ്സിലാക്കുന്ന കാര്യം എന്താ? നിങ്ങൾ പറയുന്ന സന്ദേശം എന്താ? അടുത്ത സെക്കൻഡിൽ കർത്താവ് വരത്തില്ല എന്നല്ലേ? സഭയ്ക്കകത്ത് ചുമ്മാ പ്രശ്നമുണ്ടാക്കുമ്പോൾ, മറ്റ് സഭകളെ കുറ്റം പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തുമ്പോൾ ശരിക്കും നിങ്ങൾ പറയുന്ന സന്ദേശം എന്താ? അടുത്ത സെക്കൻഡിൽ കർത്താവ് വരത്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നല്ലേ? ശരിയല്ലേ? ഞാൻ കുറ്റം പറയുകയാണെന്ന് കരുതരുത്, സത്യം പറയുകയാണെന്ന് മനസ്സിലാക്കണം. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ നമ്മുടെ രീതികൾ അങ്ങനെ ആ ഒരു കാര്യം നമ്മോട് പറയാറുണ്ട്. ഇനി നമ്മുടെ ചില നോട്ടീസുകൾ, ഞാൻ എപ്പോഴും മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്ന ഒരു കാര്യമായത്, നമ്മുടെ പല നോട്ടീസുകളിലുമുള്ള വാചകങ്ങൾ ലോകത്തോട് പറയുന്ന കാര്യം നമ്മൾ ഇവിടുത്തുകാരാണ്, ഉടനെയും കർത്താവ് വരത്തില്ല. ചിലപ്പോൾ പ്രസംഗ വിഷയമൊക്കെ ക്രിസ്തുവിന്റെ വരവൊക്കെയാണ്. പക്ഷെ നമ്മൾ പറയും 55ാമത് ബ്രദറൻ കൺവെൻഷൻ. ഈ 55 എവിടുന്നാ വന്നത്? എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാം രക്ഷിക്കപ്പെടുന്നവർ മാത്രമാണ് സഭയുടെ അംഗങ്ങൾ എന്ന് പറയും. 2ാം തലമുറ വിശ്വാസത്തിനില്ലെന്ന് പറയും. എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾ 55 വർഷമായിട്ട് ഇവിടെ ഉള്ളവരാണ്. അത് എവിടുന്ന് അത് വന്നേ? അത് എവിടുന്ന് കിട്ടിയ ആശയമാണ്? അത് ലോകത്തിന്റെ ആശയമല്ലേ? ലോകത്തിലുള്ള മറ്റ് ആളുകളിലെ ഞങ്ങൾ ഇവിടെ ഉള്ളവരാണ് അവരല്ലേ അവകാശപ്പെടുന്നേ? അവരെ പോലെ നമ്മളും അവകാശപ്പെടുകയാണോ ഞങ്ങൾ ഇവിടുത്തുകാരാണെന്ന്? നമ്മൾ ആ ബൈബിളിന്റെ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ പുസ്തകം വായിച്ചു നോക്കിയേ, മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം. അവിടെ ഇങ്ങനെ പട്ടിക പറഞ്ഞു വന്നിട്ട് ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് തൊട്ട് ബാബേൽ വരെ 14, ബാബേൽ പ്രവാസം തൊട്ട് കർത്താവ് വരെ 14 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് അവസാനിക്കുകയാ. പിന്നൊരു 14 പറയുന്നില്ല. കർത്താവിന്റെ സഹോദരന്മാരാക്കി നമ്മളെ മാറ്റിയിരിക്കുക. നമുക്ക് അവകാശപ്പെടാൻ ഡേറ്റുകളൊന്നുമില്ല. നമ്മൾ ഒത്തിരി നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. ആദ്യമൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളുടെ കൺവെൻഷൻ നോട്ടീസുകളുടെ ആദ്യമൊക്കെ സുവിശേഷ യോഗങ്ങൾ എന്നായിരുന്നു. പിന്നീട് അത് മഹായോഗങ്ങൾ എന്നൊക്കെയായി. പിന്നീട് വന്നത് ബ്രദറൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺക്ലൂസീവായ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിലേക്ക് പോലുമായിട്ട് അത് മാറി. ഞാൻ കുറ്റം പറയല്ല, സത്യം പറയുകയാണ്. നമ്മൾ എന്തൊക്കെയോ ഇവിടെ ഉള്ളവരാണെന്ന് ഓരോ ദിവസവും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ പല പ്രവൃത്തികളും, നമ്മുടെ പല നോട്ടീസുകളും പറയുന്ന കാര്യം നമ്മൾ ഇവിടുത്തുകാരാണ്, നമ്മൾ ഇവിടുന്ന് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല എന്നാണ്. 58ാമത്, 99ാമത്, 100ാമത്, 110ാമത്, 120ാമത്, ഈ ആശയം മൊത്തം ലോകത്തിന്റെയാ.
വായിക്കുന്നയാൾക്ക് ക്രിസ്തുവിലേക്ക് വരാനല്ലാത്ത ഒരാശയം നമ്മളുടെ ഏതെങ്കിലും എഴുത്തുകളിലുണ്ടോ എങ്കിൽ നമ്മൾ അവകാശപ്പെടും ഞങ്ങൾ ഇവിടുത്തുകാരാണ് എന്ന് തന്നെയാണ്. ഇനി കർത്തൃമേശയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ സഭകളിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല സഭകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് അവിടുത്തെ മരണത്തെ ഓർക്കുവാൻ കഴിഞ്ഞു, പുനരുത്ഥാനം ഓർക്കുവാൻ കഴിഞ്ഞു, അവിടുത്തെ വീണ്ടും ഒരു പ്രസ്താവിക്കുവാനായിട്ടും കഴിഞ്ഞു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മേശയിൽ അനേക ശേഷിപ്പുകളുണ്ട്, അതിൽ നിന്ന് പങ്കെടുക്കുവാൻ അങ്ങ് അനേകരെ വിളിച്ച് വേർതിരിക്കണം. നീ കഴിക്കാതെ കുറെ ബാക്കി വെച്ചിട്ട് ബാക്കി വെച്ചത് കഴിക്കാൻ വേണ്ടി അടുത്ത ആഴ്ച വേറെ ആള് വരും എന്നാണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തോ പ്രത്യാശയാ പിന്നെ? അടുത്ത സെക്കൻഡിൽ കർത്താവ് വരുമെന്ന പ്രത്യാശയെങ്കിൽ ഈ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ വേറെ ആള് വരണം എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നെ ഒരു പ്രതിപക്ഷ ആളായി നിങ്ങൾ കാണരുത്. ഞാൻ ചില വാസ്തവങ്ങളെ, ചില മൈന്യൂട്ടായ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇവിടുത്തുകാരാണ്, നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് നമ്മൾ സ്ഥാപിക്കുന്ന ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ചില പ്രാർത്ഥന ഇഷ്ടമെടുത്ത് നോക്കി, മൊത്തം ഇവിടുത്തെ കാര്യങ്ങളല്ലേ ഉള്ളത്, ഇവിടെ കിട്ടേണ്ട കാര്യങ്ങളല്ലേ ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ, മക്കളുടെ ഭാവി, നമുക്ക് കിട്ടേണ്ട വിസ, നമുക്ക് കിട്ടേണ്ട എമിഗ്രേഷൻ, നമുക്ക് നമ്മുടെ മക്കളുടെ, കൊച്ചുമക്കളുടെ പഠനം, നമുക്ക് ഇവിടെ കിട്ടേണ്ട കുറെ നന്മകൾ. നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിനകത്ത് എപ്പോഴെങ്കിലും കർത്താവേ നിന്റെ രാജ്യം വരണമേ എന്നുണ്ടോ? കർത്താവ് ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്തുവാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ എന്നല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെയോ ആ പ്രാർത്ഥന വിട്ടുപോയില്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്ന്? ഞാൻ എന്നെ കൂടെ ചേർത്തായി പറയുന്നേ. പലപ്പോഴും ലിസ്റ്റിനകത്ത് നമ്മളുടെ ഈ ലോകത്തിലെ അടുത്ത കാര്യം നല്ലതാകണമെന്നാവുള്ളേ. ഈ ലോകത്തിലെ അടുത്ത കാര്യം നല്ലതാകണമെന്നാവുള്ളേ. എന്റെ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുകയാണ്. ഞാൻ കുറ്റം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചില സത്യങ്ങൾ വചനപരമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കണം. നമ്മളിലേക്കൊന്ന് ചുരുങ്ങാൻ, നമ്മളിലേക്കൊന്ന് നോക്കാൻ തയ്യാറാണ്. നമ്മുടെ കുറവുകളെ കണ്ട് ഉണരാൻ നമുക്കൊന്ന് കഴിയണം. ഒരു മാറ്റത്തിന്റെ ധ്വനി നമ്മിൽ നിന്ന് മുഴങ്ങേണ്ടത് ആവശ്യമാണ്. ഒരു ഉണർവ് നമ്മിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ഇനിയും നമുക്ക് ഉറങ്ങുവാൻ സമയമില്ല. ഇനിയും നമുക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് സമയമില്ല. നമ്മുടെ കർത്താവിന്റെ വരവാണ് അടുത്ത കാര്യമെങ്കിൽ കുറച്ചുകൂടെ സ്നേഹം നമുക്ക് വേണം, കുറച്ചുകൂടെ ആത്മാർത്ഥം നമുക്ക് വേണം, കുറച്ചുകൂടെ സത്യസന്ധത നമുക്ക് വേണം, കുറച്ചുകൂടെ പരമാർത്ഥ ഹൃദയത്തോടെ നാം കർത്താവിനെ ആരാധിക്കണം, സേവിക്കണം. കുറച്ചുകൂടെ സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ, നന്മയിൽ, പരസ്പര ബഹുമാനത്തിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ ആ രാജ്യത്തെ ആത്മാർത്ഥമായി കാത്തിരിക്കേണ്ടതായിട്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട്, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതായിട്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു വാക്ക് നമുക്ക് ദൈവസേന നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. ദൈവമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ഒരു ഡിസിഷൻ എടുക്കുവാനായിട്ട് ഇന്ന് നിങ്ങൾ തയ്യാറാകും. പ്രിയ സ്നേഹിതരെ, നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചൊരു കാര്യമുണ്ട്. ഐ വിൽ ബിക്കം എ ക്രിസ്ത്യൻ. ഇന്ന് നാം പഠിക്കുന്ന ഇന്ന് തീരുമാനം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ ദ ക്രൈസ്റ്റ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാം, ക്രിസ്തുവിനെ സാക്ഷീകരിക്കാം, ക്രിസ്തുവിനായി കഷ്ടം സഹിക്കാം, ക്രിസ്തുവിനായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സവിശേഷം ഞങ്ങളുടെ അടുത്ത കാര്യമാണ് എന്നും ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത കാര്യം ക്രിസ്തുവിൻ്റെ വരവാണ് എന്നും ഞങ്ങളെ വീണ്ടും ഓർപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടാതെ, ഞങ്ങൾ ഇവിടുത്തുകാരാണ് എന്നൊരു രീതിയിലും സാക്ഷ്യം പറയാതെ, അവിടുത്തേക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തിനായി കാത്തിരിക്കുവാൻ, അതിനു വേണ്ടി പ്രയത്നിക്കാൻ, അതിനു വേണ്ടി കർത്താവേ ആ സ്വരം കേൾക്കുവാൻ വേണ്ടി ചെവി കൂർപ്പിച്ചു വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
ഞങ്ങളുടെ എല്ലാ ജീവിതയാത്രയിലും ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങൾ പരദേശ പ്രയാണം ചെയ്യുന്നവരാണ്, ഞങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന് മൈന്യൂട്ടായ കാര്യങ്ങളിലൂടെ പോലും തെളിയിക്കുവാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് കൃപ നൽകി സഹായിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. വചനത്തിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അടിയൻ അപ്രയോനദാസനാണ്. അടിയന് പകരമായി അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയും ഞങ്ങളിൽ എല്ലാവരിലും ഈ വചനം പൂർണ്ണമായ ഫലം കാണുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടും.